ഹായ് ഫ്രണ്ട്സ്, സെൽഫ് സ്റ്റഡി PSCയിലേക്ക് സ്വാഗതം. ഞാൻ രാധിക മണിയൻ. ഇന്ന് നമ്മുടെ SCERT സോഷ്യൽ സയൻസ് മോക്ക് ടെസ്റ്റ് എക്കണോമിക്സ് പാർട്ട് 7 ആണ്. ഇനി മുതൽ അങ്ങോട്ടുള്ള എല്ലാ മോക്ക് ടെസ്റ്റുകളും കഴിഞ്ഞ മോക്ക് ടെസ്റ്റിനെ പോലെ തന്നെ വോയിസ് കൊടുത്തായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാനും മറക്കരുതേ. ഇന്നത്തെ മോക്ക് ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 7ാം ക്ലാസ്സിലെ ചാപ്റ്റർ 5 സാമ്പത്തിക സ്രോതസ്സുകൾ എന്ന ഭാഗമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഭാഗമാണ്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. നമുക്ക് മോക്ക് ടെസ്റ്റിലേക്ക് പോകാം. സ്കൂളിലെ ഓരോ കുട്ടിയെയും സംബന്ധിക്കുന്ന എല്ലാ വിവരങ്ങളും ശേഖരിച്ച് രേഖപ്പെടുത്തുന്നതിനായി നടപ്പാക്കിയ പദ്ധതി സമ്പൂർണ്ണ. പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖല അറിയപ്പെടുന്നത് പ്രാഥമിക മേഖല. കൃഷിക്ക് കൂടുതൽ പ്രാധാന്യമുള്ളതുകൊണ്ട് പ്രാഥമിക മേഖല അറിയപ്പെടുന്ന മറ്റൊരു പേര് കാർഷിക മേഖല. പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുവായി ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖല ദ്വിതീയ മേഖല. വ്യവസായത്തിന് പ്രാധാന്യമുള്ളതുകൊണ്ട് ദ്വിതീയ മേഖല അറിയപ്പെടുന്നത് വ്യാവസായിക മേഖല. പ്രാഥമിക ദ്വിതീയ മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുകയും വിതരണം ചെയ്യുന്നതും ആയ മേഖല സേവന മേഖല. വിദ്യാഭ്യാസം, ഗതാഗതം, ബാങ്കിംഗ്, IT തുടങ്ങിയവ ഉൾപ്പെടുന്ന മേഖല സേവന മേഖല. സേവന പ്രവർത്തനങ്ങളെല്ലാം ചേർന്ന മേഖല തൃതീയ മേഖല. തൃതീയ മേഖല അറിയപ്പെടുന്ന മറ്റൊരു പേര് സേവന മേഖല. പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിൽ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്ന മേഖല പ്രാഥമിക മേഖല. കേന്ദ്ര സ്ഥിതി വിവര പദ്ധതി നിർവഹണ മന്ത്രാലയത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിൻ്റെ ചുമതലകൾ സ്ഥിതിവിവര കണക്കുകളുടെ സംയോജനവും വിശകലനവും നടത്തുന്നു. എല്ലാ മേഖലകളിലെയും സ്ഥിതിവിവര കണക്കുകൾ ശേഖരിച്ച് ആസൂത്രണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന തരത്തിൽ ചിട്ടപ്പെടുത്തുന്നു. സ്ഥിതിവിവര കണക്കുകൾ ഉപയോഗപ്പെടുത്തി ദേശീയ വരുമാനം കണ്ടെത്തുന്നു. സാമ്പത്തിക പ്രവർത്തനങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള CSOയുടെ വർഗീകരണത്തിൽ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്നവ കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും, വനപരിപാലനം, മത്സ്യബന്ധനം, ഖനനം. ദ്വിതീയ മേഖലയിൽ ഉൾപ്പെടുന്നവ വ്യവസായം, വൈദ്യുതി ഉൽപ്പാദനം, കെട്ടിട നിർമ്മാണം. തൃതീയ മേഖലയിൽ ഉൾപ്പെടുന്നവ വ്യാപാരം, ഗതാഗതം, ഹോട്ടൽ, വാർത്താവിനിമയം, സംവരണം, ബാങ്കിംഗ്, ഇൻഷുറൻസ്, ബിസിനസ്, റിയൽ എസ്റ്റേറ്റ്, സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ. ഭക്ഷ്യോൽപാദനം വർദ്ധിച്ചിട്ടും ഇന്ത്യയിൽ പല പ്രദേശങ്ങളിലും ദാരിദ്ര്യം നിലനിൽക്കുന്നതിനുള്ള കാരണങ്ങൾ വിതരണത്തിലെ അപാകത, സാധനങ്ങൾ വാങ്ങുന്നതിനുള്ള വ്യക്തികളുടെ ശേഷിക്കുറവ്. എല്ലാ ജനങ്ങൾക്കും എല്ലാ കാലത്തും സജീവവും ആരോഗ്യവുമായ ജീവിതം നയിക്കുന്നതിന് ആവശ്യമായത്ര പോഷകപ്രധാനമായ ഭക്ഷണം ലഭിക്കുന്നതിനുള്ള ഭൗതികവും സാമ്പത്തികവുമായ പ്രാപ്തി ഉറപ്പുവരുത്തുന്ന അവസ്ഥ ഭക്ഷ്യസുരക്ഷ. ആസൂത്രണ കമ്മീഷൻ്റെ ശുപാർശ പ്രകാരം നഗരപ്രദേശങ്ങളിൽ എത്ര കലോറിയിൽ താഴെ പോഷകാഹാരം ലഭിക്കുന്നവരാണുള്ളത്? 2100. ഗ്രാമപ്രദേശങ്ങളിൽ 2400. 2011-12 സാമ്പത്തിക സർവേ പ്രകാരം ഇന്ത്യയുടെ ദാരിദ്ര്യം 29.8%. ഏറ്റവും കൂടുതൽ പേർ ദാരിദ്ര്യം അനുഭവിക്കുന്നത് ബീഹാർ. ഏറ്റവും കുറവ് ഹിമാചൽ പ്രദേശ്. കേരളത്തിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ 12%. ഒരു രാജ്യത്തിന് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ ആ രാജ്യത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുന്നുവെങ്കിൽ ആ രാജ്യത്തെ ഭക്ഷ്യോൽപാദനത്തിൽ എങ്ങനെ പറയാം? ഭക്ഷ്യ സ്വയം പര്യാപ്തത. ഇനി ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളും സർക്കാർ പദ്ധതികളെയും കുറിച്ച് നോക്കാം.
സ്വന്തമായി വരുമാനമില്ലാത്ത 65 വയസ്സിനു മേൽ പ്രായമുള്ളവർക്ക് പ്രയോജനം ചെയ്യുന്ന പദ്ധതി. അന്നപൂർണ മാസം 10 കിലോ അരി സൗജന്യമായി റേഷൻ കടയിലൂടെ നൽകുന്നു. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഏറ്റവും പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന പദ്ധതി. അന്ത്യോദയ അന്ന യോജന മാസം 35 കിലോ അരി 3 രൂപയ്ക്ക്, ഗോതമ്പ് 2 രൂപയ്ക്ക് നൽകുന്നു. ജോലി ചെയ്യാൻ ആരോഗ്യവും സന്നദ്ധതയും ഉള്ളവർക്ക് 100 ദിവസത്തെ തൊഴിൽ ഉറപ്പാക്കുന്ന പദ്ധതി. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. 18 വയസ്സ് പൂർത്തിയായവർക്ക് രജിസ്റ്റർ ചെയ്യാം. ഗുണഭോക്താക്കളിൽ 1/3 സ്ത്രീകൾ ആയിരിക്കണം. നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനം ചെയ്യുന്നതും സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നതുമായ പദ്ധതി. സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ എന്നിവർക്ക് നിശ്ചിത അളവിൽ പോഷകാഹാരം അംഗൻവാടികൾ മുഖേന ലഭ്യമാക്കുന്ന പദ്ധതി. സംയോജിത ശിശു വികസന പരിപാടി. എല്ലാ ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളുകളിലെയും 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സ്കൂൾ മുഖേന പോഷകമൂല്യമുള്ള ആഹാരം ഉറപ്പുവരുത്തുന്ന പദ്ധതി. ഉച്ചഭക്ഷണ പരിപാടി. സ്വയം സഹായ സംഘങ്ങൾക്ക് ബാങ്ക് വായ്പയിലൂടെയും സബ്സിഡിയിലൂടെയും പണം നൽകി സഹായിക്കുന്ന പദ്ധതി. ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം. ന്യായമായ വിലയ്ക്ക് സമൂഹത്തിൽ ആവശ്യക്കാരായവർക്ക് ഭക്ഷ്യവസ്തുക്കളും മറ്റ് നിത്യോപയോഗ വസ്തുക്കളും നൽകുവാൻ ചുമതലപ്പെട്ടതും സർക്കാർ നിയന്ത്രണത്തിൽ ഉള്ളതുമായ സ്ഥാപനങ്ങളുടെ ശൃംഖല. പൊതുവിതരണ സംവിധാനം. ഭക്ഷ്യസുരക്ഷാ നിയമം പാർലമെൻറ്റ് അംഗീകരിച്ച വർഷം 2013. ഭക്ഷ്യസുരക്ഷാ നിയമത്തിൻ്റെ പ്രത്യേകതകൾ. ഭക്ഷ്യസുരക്ഷ സർക്കാരിൻ്റെ നിയമപരമായ കടമയാണ്. ആവശ്യമുള്ളത്രയും പോഷകപ്രദവും ഗുണമേന്മയുള്ളതുമായ ഭക്ഷ്യവസ്തുക്കൾ മിതമായ വിലയ്ക്ക് എല്ലാവർക്കും ഉറപ്പാക്കുക. ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത പൗരൻ്റെ നിയമപരമായ അവകാശമാണ്. ഈ പോയിന്റുകളൊന്നും തന്നെ മിസ് ചെയ്യാതെ നോക്കണം. കാരണം ഭക്ഷ്യസുരക്ഷാ നിയമത്തിൻ്റെ പ്രത്യേകതകളിൽ പെടുന്നത് പെടാത്തത് എന്നൊക്കെ സ്റ്റേറ്റ്മെൻറ്റായിട്ട് ക്വസ്റ്റ്യൻസ് വരാം. അതുകൊണ്ട് തന്നെ നമ്മളൊരു പോയിൻ്റ് പോലും കളയാതെയാണ് ക്ലാസ്സുകൾ ഇടുന്നത്. നമ്മുടെ ടോപ്പിക് വൈസ് എക്കണോമിക്സ് ക്ലാസ്സുകൾ തുടങ്ങിയിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കണേ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരേക്കും താങ്ക് യു ഫ്രണ്ട്സ്.